വി.ഡി. സതീശന്റെ ബജറ്റിനെതിരെ വി.എം. സുധീരൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിലെ നിർദ്ദേശങ്ങൾ മദ്യവ്യാപനത്തിനും കരിമണൽ ഖനനത്തിനും വഴിയൊരുക്കുമെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. ലഹരിമുക്ത കേരളം എന്ന യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണ് പുതിയ നീക്കങ്ങളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വീര്യം കുറഞ്ഞതെന്ന പേരിൽ നടത്തുന്ന ഏതൊരു മദ്യവ്യാപനവും ആപൽക്കരമാണെന്നും ആരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. ധാതുമണൽ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് കളമൊരുക്കുന്ന ബജറ്റ് നിർദ്ദേശത്തിനെതിരെയും സുധീരൻ രംഗത്തെത്തി. ഈ പ്രഖ്യാപനം തീരദേശ ജനതയെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്നും സുധീരൻ പറഞ്ഞു. താരസംഘടനയായ AMMAയിൽ പൊട്ടിത്തെറി. അധ്യക്ഷ സ്ഥാനവും പ്രാഥമിക അംഗത്വവും ഒന്നിച്ച് രാജിവെച്ച് നടി ശ്വേതാ മേനോൻ. സംഘടനയ്ക്കുള്ളിൽ വൻ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും വ്യക്തിത്വം പണയം വെച്ച് ഒരു പാവയായി തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്നും രാജിവെച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ശ്വേത തുറന്നടിച്ചു. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള 17 അംഗ ഭരണസമിതി ഒന്നടക്കം രാജിവെച്ചതായും അവർ വ്യക്തമാക്കി. സംഘടനയെ വീണ്ടും ചില കുറ്റാരോപിതരുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നടന്നതെന്ന് ശ്വേത ആരോപിച്ചു. പശ്ചിമേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന രൂക്ഷമായ സൈനിക സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നിർണായക നയതന്ത്ര ഉച്ചകോടിക്ക് സ്വിറ്റ്സർലാൻഡിൽ തുടക്കമായി. അമേരിക്ക, ഇറാൻ, ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളും മുതിർന്ന നയതന്ത്രജ്ഞരും പങ്കെടുക്കുന്ന ചർച്ചകൾ സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്തമായ ബർഗൻസ്റ്റോക്ക് റിസോർട്ടിലാണ് ഇന്ന് ആരംഭിച്ചത്. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ മുമ്പ് ഒപ്പുവെച്ച ഇസ്ലാമാബാദ് ധാരണാപത്രം കൂടുതൽ ശക്തമാക്കുകയാണ് ഈ ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനം നേരിടുന്ന കനത്ത വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാതെ UDF സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു. KSEBയുടെ ദീർഘവീക്ഷണമില്ലാത്ത നയങ്ങളും ഭരണപരമായ വീഴ്ചകളുമാണ് ഡിസംബർ വരെ നീളുന്ന കടുത്ത ലോഡ് ഷെഡിംഗിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നതെന്ന ആക്ഷേപം ശക്തമായി. മുൻകൂട്ടി കണ്ട വൈദ്യുതി കരാറുകളിൽ ഏർപ്പെടുന്നതിൽ വരുത്തിയ ഗുരുതരമായ വീഴ്ചയാണ് ഈ മഴക്കാലത്തും ജനങ്ങളെ ദുരിതത്തിലാക്കാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. NSS ഡയറക്ടർ ബോർഡിൽ നിന്നും തന്നെ പുറത്താക്കിയത് ജനാധിപത്യ രീതിയല്ലെന്ന് KB ഗണേഷ് കുമാർ. പത്തനാപുരം താലൂക്ക് യൂണിയനിൽ ഇപ്പോഴും 12 അംഗങ്ങളുടെ ശക്തമായ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. NSS ജനറൽ സെക്രട്ടറിയല്ല, സംഘടനയിലെ ചില ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടെ തനിക്കും പദവിക്ക് അർഹതയുണ്ടെന്ന ശക്തമായ അവകാശവാദവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്ത്. ജാതി സമവാക്യങ്ങളും ഗ്രൂപ്പ് താൽപര്യങ്ങളും മാറ്റിവെച്ച് പ്രവർത്തന മികവും പാരമ്പര്യവും മാനദണ്ഡമാക്കി വേണം പുതിയ അധ്യക്ഷനെ തീരുമാനിക്കേണ്ടതെന്ന് അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്നതിനുള്ള വിദഗ്ധ സമിതിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിനിധി TK ശിവരാജനെ ഒഴിവാക്കി കേന്ദ്ര ഉത്തരവ്. പകരം ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രൊഫസർ ML ശർമ്മയാണ് സമിതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളം ശക്തമായ വാദങ്ങൾ ഉയർത്തുന്നതിനിടെയുണ്ടായ ഈ മാറ്റം സംസ്ഥാനത്തിന് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാപ്പ കേസ് പ്രതിയായ BJP കൗൺസിലർ സുഗതന് സംരക്ഷണമൊരുക്കി BJP. സുഗതന്റെ കൗൺസിൽ സ്ഥാനം തെറിക്കാതിരിക്കാൻ കൗൺസിൽ യോഗം വിളിക്കാതെ മേയറും BJP നേതൃത്വവും നഗരത്തിന്റെ ഭരണം സ്തംഭിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിന് പ്രതിപക്ഷം കത്ത് നൽകിയത്. 6 വധശ്രമ കേസുകളിലടക്കം 11 കേസുകൾ പ്രതിയായ കാപ്പ കേസ് പ്രതി സുഗതന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് BJP നേതൃത്വം സ്വീകരിക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ കോഴിക്കോട് നഗരത്തിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. സണ്ണി ജോസഫ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു തരണമെന്നാണ് ഫ്ലെക്സുകളിലെ പ്രധാന ആവശ്യം. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ തന്നെയാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കി. പ്രാണപ്രതിഷ്ഠ ചടങ്ങിനിടെ ജ്വല്ലേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടികൾ ഔദ്യോഗിക രേഖകളിൽ ഇല്ലെന്നാണ് പുതിയ കണ്ടെത്തൽ. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ UP സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ ഗുരുതരമായ സംഭവം പുറത്തുവരുന്നത്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.